Hello everyone, we are dealing with our previous year question paper analysis of plus 2 computerized accounting system. So നമ്മുടെ അക്കൗണ്ടൻസിയിലെ പാർട്ട് ബി ആയിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ 2020, 2019 അതുപോലെ 2021 മാർച്ചിലുള്ള മെയിൻ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ പൊളിച്ച് ചെയ്തി. ഇനി ഇന്ന് നോക്കാൻ പോകുന്നത് 2018 മാർച്ചിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ 2018 അതുപോലെ 2019 ഒരേ പാറ്റേൺ ആണ് വരുന്നത്. 1 മാർക്ക് 2 മാർക്ക് അതുപോലെ 3 മാർക്കും 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ 6th സെഷനിലുള്ളത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്, അത് 3 അറ്റൻഡ് ചെയ്യണം. പിന്നെ ഉള്ളത് 7th സെഷനിലുള്ളത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ്, അതിൽ 3 അറ്റൻഡ് ചെയ്താൽ മതി, 4 ഒന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് 2 അറ്റൻഡ് ചെയ്യേണ്ടത്, 3 ഉണ്ടാവും, ഒന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ 9th സെഷനിൽ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ആകെ 1 ഉണ്ടാവുള്ളൂ, അതെന്തായാലും അറ്റൻഡ് ചെയ്യണം. സോ വി ഷാൽ ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻ പേപ്പർ. 6th സെഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഓഡ് വൺ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതാണ് ഓഡ് വൺ എന്നുള്ളതാണ്. വൺ വിച്ച് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഗ്രോസ് പേ. ഇതിൽ ഗ്രോസ് പേൻ്റെ എലമെൻ്റ് അല്ലാത്തത് ഇതാ. HR ഉണ്ട്, CCA ഉണ്ട്, PF ഉണ്ട്, DA ഉണ്ട്. നമുക്കറിയാം ഗ്രോസ് പേ എന്ന് വെച്ചാൽ HR പ്ലസ് DA പ്ലസ് ബേസിക് പേ ആണല്ലേ. ഇതിൽ PF വരുന്നില്ല. സോ ഇവിടെ ഓഡ് വൺ ഏതാണ്? PF ആണ്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ മോസ്റ്റ് സ്പ്രെഡ്ഷീറ്റ്സ് ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സ് ആർ അവൈലബിൾ ഇൻ ഡാഷ് ടാബ്. ഏത് ടാബിൽ നിന്നാണ് നമുക്ക് ഗ്രാഫും ചാർട്ടൊക്കെ നമ്മുടെ ഇപ്പോൾ സ്പ്രെഡ്ഷീറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുക? ഇൻസേർട്ട് ടാബ് ആണല്ലേ. സോ ഇവിടെ വരുന്നത് ഇൻസേർട്ട് ആണ് കേട്ടോ. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ, നെയിം എനി 2 ഡിഫോൾട്ട് ലെഡ്ജേഴ്സ് അവൈലബിൾ ഇൻ ടാലി ഓർ GNU ഖാത്ത. അത് നമ്മൾ ലാസ്റ്റ് സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. 2019 മാർച്ച് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൽ ഒരുപാട് ലെഡ്ജേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ ഇങ്ങനെ 4 വരുന്നുണ്ട്. സോ ഇതിൽ ഏതെങ്കിലും 2 എഴുതാനാണ് പറഞ്ഞത്. ഇനി അടുത്ത സെഷനാണ് 7th സെഷനിൽ ആൻസർ എനി 3 ക്വസ്റ്റ്യൻ ഫ്രം 4 to 7 ഈച്ച് ക്യാരീസ് 2 സ്കോർസ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, ഏതെങ്കിലും ഒന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. So fourth question, explain any 2 security features of a standard computerized accounting software. ഇവിടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുള്ള ഒരുപാട് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3 ഉണ്ട്. പാസ്വേഡ് സെക്യൂരിറ്റി ഉണ്ട്, ഡാറ്റ ഓഡിറ്റ് ഉണ്ട്, അതുപോലെ ഡാറ്റ വോൾട്ട് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും 2 എഴുതാനാണ് പറഞ്ഞത്. സോ 2 എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. പിന്നെ 5th ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ റിസൾട്ട് ഡിസ്പ്ലേഡ് ഓൺ എ സെൽ ഈഫ് ദ ഫോളോയിങ് സ്പ്രെഡ്ഷീറ്റ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ്. ഇവിടെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 4 റൗണ്ടിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, റൗണ്ടിങ് ആണ്. സോ ഓരോന്നും ഓരോ ടൈപ്പാണ്. റൗണ്ട് ഉണ്ട്, റൗണ്ട് ഡൗൺ ഉണ്ട്, വെറും റൗണ്ട് ഉണ്ട്, പിന്നെ റൗണ്ട് അപ്പ് ഉണ്ട്. സോ ഈ 4 ആൻസർ എന്താ വരിക എന്നുള്ളതാണ്. സോ റൗണ്ട് 999,0 ആണെങ്കിൽ അത് 0ലേക്ക് റൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1000ലേക്ക് പോലെ. സോ 1000ലേക്ക് റൗണ്ട് ആവും. ഇതിൻ്റെ ആൻസർ ഇന്ന് 1000 ആണ്. സോ ഇവിടെ 1000 വരാൻ കാരണം എന്താ? റൗണ്ടിൻ്റെ കൂടെ ഡൗൺ അപ്പൊന്നുമില്ല. സോ ഡിഫോൾട്ടായിട്ട് റൗണ്ട് അപ്പാണ് ഉണ്ടാവുക. സോ അത് 1000ലേക്ക് അപ്പായി. പിന്നെ റൗണ്ട് ഡൗൺ വരുന്നുണ്ട്. 999,0 ആണ്. ഡൗൺ ആണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഡൗൺ ചെയ്യുമ്പം ഈ 99 പോവും, 999 വരും. പിന്നെ C ആണ് റൗണ്ട് 123.45, -1 ആണ്. സോ -1 എന്ന് ചെയ്യുമ്പം അത് 10ലേക്കാണ് പോവുക. സോ ഇവിടെ 120 ആണ് വരിക. നിയറസ്റ്റ് ആയിട്ടുള്ള 10th ഫോം ഏതാ? 120 ആണ്. സോ 120ലേക്ക് ഇത് റൗണ്ട് ആവും. പിന്നെ ഒന്ന് റൗണ്ട് അപ്പാണ്. റൗണ്ട് 123.450 ആണ്. സോ 0ലേക്കാണ്, നെക്സ്റ്റ് നമ്പറിലേക്കാണ് റൗണ്ട് അപ്പ് ചെയ്യുന്നത്. സോ 123.45 എന്നുള്ളത് 45 നെക്സ്റ്റിലേക്ക് പോകും. സോ 124 ആണ് അതിൻ്റെ ആൻസർ വരിക. Then the next question 6 comes, name any 4 elements of a spreadsheet, graph or chart. ചാർട്ടോ അല്ലെങ്കിൽ ഗ്രാഫിൻ്റെയോ ഏതെങ്കിലും 4 എലിമെൻറ്റ്സ് പറയാനാണ് പറഞ്ഞത്. ഒരുപാടുണ്ട്, നമുക്കറിയാം. ചാർട്ട് ഏരിയ, പ്ലോട്ട് ഏരിയ, ഡാറ്റ പോയിൻറ്റ്സ്, ലെജൻഡ്, ആക്സിസ്, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ചാർട്ട് ടൈറ്റിൽസ്, ആക്സിസ് ടൈറ്റിൽസ്, ഡാറ്റ ലേബിൾ, അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. സോ അതിൽ ഏതെങ്കിലും 4 എലിമെൻറ്റ്സ് എഴുതാനാണ് പറഞ്ഞത്. 4 ലിസ്റ്റ് ഔട്ട് ചെയ്യുക. പിന്നെ 7th ക്വസ്റ്റ്യൻ, നെയിം എനി 4 DBMS സോഫ്റ്റ്വെയർ അവൈലബിൾ ഫോർ ഡാറ്റ മാനിപ്പുലേഷൻ ബൈ ബിസിനസ് ഫേംസ്. സാധാരണ നമ്മൾ ബിസിനസ്സിനൊക്കെ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും 4 എക്സാമ്പിൾസ് ഏതാണെന്നാണ് പറഞ്ഞത്. MS ആക്സസ് ഉണ്ട്, ലിബ്രെ ഓഫീസ് ബേസ് ഉണ്ട്, ഒറാക്കിൾ ഉണ്ട്, MySQL ഉണ്ട്, SQL സെർവർ ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. ഇതിൽ ഏതെങ്കിലും 4 ഏതാണെന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കംസ് 8th സെഷൻ ആണ്. ആൻസർ എനി 2 ക്വസ്റ്റ്യൻ ഫ്രം 8 to 10 ഈച്ച് ക്യാരീസ് 3 മാർക്സ്. 3 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 2 എഴുതേണ്ടത്. ഏത് ക്വസ്റ്റ്യൻ വരുന്നത്? സ്റ്റേറ്റ് ദ നീഡ് ഫോർ ഡാറ്റ വാലിഡേഷൻ ഇൻ സ്പ്രെഡ്ഷീറ്റ്. എന്നാൽ സാധാരണ ഡാറ്റ വാലിഡേഷൻ യൂസ് ചെയ്യാം നമ്മുടെ ഡാറ്റ ആക്യുറേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. The data validation guarantees that each data that you enter will be correct and accurate. By using this function, we can define entries to the valid for 1 or more cells. നമ്മൾ യൂസ് ചെയ്യുന്ന സെൽസിലുള്ള ഡാറ്റാസൊക്കെ വാലിഡ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാലിഡേഷൻ യൂസ് ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ എനി 2 ഫെസിലിറ്റീസ് അവൈലബിൾ ഇൻ സ്പ്രെഡ്ഷീറ്റ് ടു പ്രിവെൻറ്റ് റോങ് ഡാറ്റ ടു ബി എൻറ്റേർഡ് ഇൻ എ സെൽ. നമ്മൾ 2 ഫെസിലിറ്റീസ് യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് വാലിഡേഷൻ ഓപ്ഷനും ഒന്ന് ഡാറ്റ ഫോമുമാണ്. ആദ്യം വരുന്നത് വാലിഡേഷൻ ഓപ്ഷനാണ്. വാലിഡേഷൻ ഓപ്ഷൻ, ഈ വാലിഡേഷൻ ഓപ്ഷനിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഏത് ഡാറ്റയാണ് എൻ്റർ ചെയ്യുക, എത്രയാണ് അതിൻ്റെ റേഞ്ച് എന്നുള്ളതൊക്കെ. സോ അതിന് അപ്പുറം റേഞ്ച് കൂടിയാലോ കുറഞ്ഞാലോ അതല്ലെങ്കിൽ അതല്ല ഡാറ്റ എങ്കിലൊക്കെ എറർ മെസ്സേജ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, എറർ അലേർട്ടൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് വരുന്നത് ഡാറ്റ ഫോമാണ്. ഈ ഡാറ്റ ഫോം സാധാരണ യൂസ് ചെയ്യുന്നത്
ഒരുപാട് കോളംസ് ഒക്കെ ഉള്ളതിലാണ്. അതിൽ ഡാറ്റ ഇൻസേർട്ട് ഫോം ഉണ്ടാവും. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ ഫോം ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 9th ക്വസ്റ്റ്യൻ ആണ്. ഗീവ് ദ സിൻടാക്സ് ആൻഡ് എക്സ്പ്ലെയിൻ ദ പാരാമീറ്റേഴ്സ് ഓഫ് ദ ഫോളോയിങ് സ്പ്രെഡ്ഷീറ്റ് ഫംഗ്ഷൻസ്. 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. SLM ഉണ്ട്, DB ഉണ്ട്, PMT ഉണ്ട്. നമുക്കറിയാം ഇവിടെ SLM എന്നുള്ളത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കണം. SLN ആണ്, സ്ട്രെയിറ്റ് ലൈൻ ഡിപ്രീസിയേഷൻ ആണല്ലോ. സോ SLN ഓഫ് കോസ്റ്റ് സാൽവേജ് ലൈഫ് എന്നാണ് അതിൻ്റെ സിൻടാക്സ് വരുന്നത്. അതിൽ കോസ്റ്റ് എന്ന് വെച്ചാൽ അക്വിസിഷൻ or purchase cost of asset. Salvage എന്ന് വെച്ചാൽ residual balance after the useful life of asset. ലൈഫ് എന്ന് വെച്ചാൽ effective life of asset that can be put to use. ഓക്കെ, നമ്മൾ അക്കൗണ്ടിങ്ങിൽ പഠിച്ചതാണ്. ഇതായാലും നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലും ഇതന്നെ അങ്ങ് ചേർത്തിയാൽ മതി. ചാമ്പിക്കോ എന്ന് കേട്ടിട്ടില്ലേ? സോ അതങ്ങോട്ട് ചാമ്പ്. പിന്നെ രണ്ടാമത് B പാർട്ടിൽ വരുന്നത് DB ആണ്. ആദ്യം DB എന്താണെന്ന് ഇത്, അതുപോലെ തന്നെ SLM എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്നിട്ടാണ് ഈ ഒരു സിൻടാക്സും അതുപോലെ തന്നെ സിൻടാക്സിൻ്റെ പാരാമീറ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ജസ്റ്റ് 1 ലൈനായിട്ട് എഴുതിയാൽ മതി. ഏത് മെത്തേഡിലാണ് യൂസ് ചെയ്യുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. പിന്നെ DBയുടെ സിൻടാക്സ് വരുന്നത് ഓഫ് കോസ്റ്റ് സാൽവേജ് ലൈഫ് പീരീഡ് എന്നാണ് വരുന്നത്. എന്നിട്ട് അതിൻ്റെ കോസ്റ്റ് എന്താണ്, സാൽവേജ് എന്താണ്, ലൈഫ് എന്താണ്, പീരീഡ് എന്താണെന്നുള്ളതൊക്കെ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ PMT എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ആണെന്ന് ആദ്യം എഴുതുക. എന്നിട്ട് PMTയുടെ സിൻടാക്സ് ചെയ്താൽ PMT ഓഫ് റേറ്റ് NPR PV എന്നുള്ള എഴുതുക. റേറ്റ് എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. NPR എന്ന് വെച്ചാൽ നമ്പർ ഓഫ് പീരീഡ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പേയ്മെൻറ്റ്സ് ആണ്. പിന്നെ PV എന്ന് വെച്ചാൽ പ്രസൻറ്റ് വാല്യൂ ആണ്. അതുപോലെ FB എന്ന് വെച്ചാൽ ഫ്യൂച്ചർ വാല്യൂ ആണ്. FE ഓപ്ഷണൽ ആണല്ലോ. പിന്നെ ടൈപ്പ് എന്ന് വെച്ചാൽ വെദർ ദ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് അറ്റ് ദ സ്റ്റാർട്ട് ഓർ എൻഡ് ഓഫ് ദ മന്ത്. ഈ ഒരു ടൈപ്പ് എന്നുള്ളതും ഓപ്ഷണൽ ആണല്ലോ ഒക്കെ എഴുതി കൊടുക്കുക. പിന്നെ 10th ക്വസ്റ്റ്യൻ വരുന്നത് ലിസ്റ്റ് ഔട്ട് എനി 3 അക്കൗണ്ടിങ് എൻറ്റിറ്റീസ് ആൻഡ് ഇറ്റ്സ് പോസിബിൾ ആട്രിബ്യൂട്ട്സ് ഫോർ ഡിസൈനിങ് ടേബിൾസ് ഫോർ അക്കൗണ്ടിങ് പർപ്പസസ് ത്രൂ എ DBMS സോഫ്റ്റ്വെയർ. നമുക്കറിയാം എൻറ്റിറ്റീസും ഉണ്ട് ആട്രിബ്യൂട്ട്സും ഉണ്ട് അല്ലേ. സോ അക്കൗണ്ടിങ് ടേംസിലാണ് എഴുതേണ്ടത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ളത് സാധാ എക്സാമ്പിൾസ് ആണ്. സോ അക്കൗണ്ടിങ്ങിൻ്റെ കാര്യങ്ങൾ എടുക്കുമ്പോൾ ഈ ഒരു ഏതെങ്കിലും ഒരു എക്സാമ്പിൾ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുക്കുക. ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ചാൽ ഒരു എൻറ്റിറ്റിയിലുള്ള ഓരോ ഫീൽഡിനും ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. സോ ഇവിടെയുള്ള ഈ ഒരു ആട്രിബ്യൂട്ട്സ് ആയിട്ട് വരുന്നത് നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ്, സീരിയൽ നമ്പർ, അഡ്മിഷൻ നമ്പർ, ക്ലാസ്, സെക്സ്, പ്ലേസ്, Q1 ബസ് ഫീ കളക്റ്റഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അട്രിബ്യൂട്ട്സ് ആണ്. ആക്ച്വലി ഇവിടെ സ്കൂൾ ട്രാൻസ്പോർട്ട് എന്നുള്ളതാണ് എൻറ്റിറ്റി. ഇത് അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അക്കൗണ്ടിങ് റിലേറ്റഡ് ഏതെങ്കിലും ഒരു എക്സാമ്പിൾസ് സെലക്ട് ചെയ്യുക. ആക്ച്വലി എൻറ്റിറ്റി എന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് അതാണ് എൻറ്റിറ്റി. അതിൽ വരുന്ന പല വേരിയബിൾസ് ആണ് ആട്രിബ്യൂട്ട്സ്. അത് ആദ്യം തന്നെ മെൻഷൻ ചെയ്യാം. എന്നിട്ടൊരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ ചോദിച്ചത് അക്കൗണ്ടിങ് പർപ്പസ് ആണല്ലോ. സോ പർച്ചേസ് ഒരു അക്കൗണ്ടിങ് എൻറ്റിറ്റി ആയിട്ട് എടുക്കാം. അതല്ലെങ്കിൽ ഇൻകം അതല്ലെങ്കിൽ സെയിലൊക്കെ ഒരു അക്കൗണ്ടിങ് എൻറ്റിറ്റി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുക്കുക. അപ്പോൾ പർച്ചേസ് ആണ് എടുക്കുന്നതെങ്കിൽ പർച്ചേസിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് ഏതൊക്കെ വരാം? നമുക്ക് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത്, എത്ര ക്യാഷിനാണ് പർച്ചേസ് ചെയ്തത്, ക്രെഡിറ്റ് ആണോ ഡെബിറ്റ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേരിയബിൾസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അങ്ങനത്തതൊക്കെയാണ് ആട്രിബ്യൂട്ട്സ്. സോ ഇവിടെയുള്ള എൻറ്റിറ്റി ആയിട്ട് എന്താ പർച്ചേസ് എടുക്കാം, നമുക്ക് പർച്ചേസ് എടുക്കാം, അതല്ലെങ്കിൽ സെയിൽസ് എടുക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു എൻറ്റിറ്റി എടുക്കുക. എന്നിട്ട് അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആട്രിബ്യൂട്ട്സ് ആയിട്ടും നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ടേബിളർ ഫോർമാറ്റിൽ അങ്ങോട്ട് എഴുതിയാൽ മതി. പിന്നെ വരുന്ന അടുത്ത സെഷനാണ് ആൻസർ ദ ക്വസ്റ്റ്യൻ 11 വിച്ച് ക്യാരീസ് 5 മാർക്ക്. ഒറ്റ ക്വസ്റ്റ്യൻ ആണുള്ളത് 5 മാർക്കിൻ്റെ. സോ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത് എന്താ, എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഓഫ് കമ്പനി ക്രിയേഷൻ ഇൻ ടാലി ഓർ ക്രിയേറ്റ് ഓർഗനൈസേഷൻ ഇൻ GNU കത്ത. ടാലിയാണ് കമ്പനി ക്രിയേഷൻ ആണ്, GNU കാട്ടാനാണെങ്കിൽ ക്രിയേറ്റ് ഓർഗനൈസേഷൻ ആണ്. എങ്ങനെയാണ് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ആദ്യം തന്നെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്തായാലും ഒരു സ്റ്റെപ്പ് കിട്ടില്ല, വെറുതെ കിട്ടുകയാണല്ലോ. നമ്മൾ ആദ്യം തന്നെ GNU കാട്ട അല്ലെങ്കിൽ ടാലി എന്നുള്ള സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഫ്രം ദ കമ്പനി ഇൻഫോ മെനു ക്ലിക്ക് ഓൺ ക്രിയേറ്റ് കമ്പനി ഓപ്ഷൻ. ഇപ്പം ടാലിയിലാണെങ്കിൽ ക്രിയേറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതെല്ലാം GNU കാത്തയിലാണെങ്കിൽ ക്രിയേറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യാം. എൻ്റെ ദ ഡീറ്റെയിൽസ് ലൈക്ക് നെയിം ഓഫ് ദ കമ്പനി, ഓർഗനൈസേഷൻ, അഡ്രസ്, ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് സ്പെസിഫൈ ഓൾ ദ ഡീറ്റെയിൽസ് റിക്വയർഡ് ഇൻ ദ ഫീൽഡ്സ്. സോ നെക്സ്റ്റ് വരുന്ന പേജിൽ കമ്പനിയുടെ ഡീറ്റെയിൽസ് കൊടുക്കാണ്ടാവും, കമ്പനിയുടെ പേര് കൊടുക്കാണ്ടാവും, എന്ത് ഓർഗനൈസേഷൻ ആണോ അങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ടാവും, അതിൻ്റെ അഡ്രസ്സ് കൊടുക്കാണ്ടാവും, പിന്നെ ഏത് ടൈപ്പാണെന്ന് കൊടുക്കാണ്ടാവും, പിന്നെ ഓരോ ഡീറ്റെയിൽസും കൊടുക്കാണ്ടാവും. ഏതൊക്കെ ഡീറ്റെയിൽസ് ആണ് അതിൽ വരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. എന്നിട്ട് ആ ഡീറ്റെയിൽസും ഏതൊക്കെ ഫീൽഡ്സ് ആണെന്നുള്ളതൊക്കെ നോക്കാം. എന്നിട്ട് ആ ഫീൽഡൊക്കെ ഫില്ല് ചെയ്തിട്ട് അത് സേവ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അഥവാ 5 മാർക്കിന് തൃപ്തിയായിട്ടില്ല, സമയം ബാക്കിയുണ്ടെങ്കിൽ ഒരു ടേബിൾ ക്രിയേഷനും കൂടെ അതിനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഇങ്ങനെയൊക്കെയാണ് മാർക്ക് സ്കോർ ചെയ്യൽ. ഇതായാലും ലിബറേഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഒരു അക്കൗണ്ടിങ്ങിൻ്റെ പേപ്പറിൽ ഏറ്റവും സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണല്ലോ നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. പിന്നെ കണക്ക് കൂട്ടി നേരം പോകുന്നില്ല. പിന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണുള്ളത്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ടേബിളിൻ്റെ ക്വസ്റ്റ്യൻ എന്തായാലും നോക്കിയിട്ട് പോവുക. അങ്ങനെയുള്ള കുറച്ച് ഫംഗ്ഷൻസ് കാര്യങ്ങളുണ്ടല്ലോ. ആ ഫംഗ്ഷൻസൊക്കെ എന്താണ് അതിൻ്റെ പർപ്പസ്, അതിൻ്റെ ഒരു എക്സാമ്പിൾസ് സിൻടാക്സ് ഒക്കെ നോക്കുക. പിന്നെ ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒക്കെ ഇക്വേഷൻസ് നോക്കുക. അങ്ങനെയുള്ള റെഗുലറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ എന്തായാലും നോക്കിയിട്ട് പോകാം. സോ ഓൾ ദ ബെസ്റ്റ് ആൻഡ് ബൈ.